ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചിറാപ്പൂഞ്ചിന്ന് ഡൗക്കിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂർ വഴിയുണ്ട് ചിറാപ്പൂഞ്ചിന്ന് ഡൗക്കിയിലേക്ക്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഫുള്ള് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൗക്കിയിലേക്ക് പോകുന്ന വഴികൾ റോഡ് പണിയാണ്. അടുത്തുള്ള മലകളൊക്കെ ഇടിച്ചിട്ടാണ് അവർ റോഡ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഒരു മാസ്ക് എടുക്കണം, നന്നായിരിക്കും. നല്ല പൊടിയുണ്ട് റോഡ് മൊത്തം. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥലം എത്തിയപ്പോൾ നല്ലൊരു ബ്ലോക്ക് കിട്ടി കേട്ടോ. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഈ ബ്ലോക്കിൽ നിന്നു. സംഭവം എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ളൊരു മല ഇടിഞ്ഞതാണ് കേട്ടോ. ഈ റോഡ് പണിക്ക് വേണ്ടിയിട്ട് ഇവർ മലയൊക്കെ ഇടിച്ചു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ മുമ്പിലെത്തിയപ്പോൾ അങ്ങനെ ഒരു മല ഇടിഞ്ഞതാണ് മൊത്തത്തിൽ. ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടാണ് അവർ റോഡ് മൊത്തം ക്ലിയർ ചെയ്തത്. അതിൻ്റെ ഈ ട്രാഫിക് ആട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ ഡൗക്കി റിവർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഡൗക്കി റിവർ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ബോട്ടിംഗ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് ബോട്ടിങ്ങിൻ്റെ ഏജൻറ്റുമാരെ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യുക കേട്ടോ. ഒരുപാട് പൈസ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നമ്മൾ അപ്രോച്ച് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ എത്തി കേട്ടോ. റേബ ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു. ഒരു 1300 to 1500 റേഞ്ചിലൊക്കെ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റൂം എത്തിയിട്ടോ. ഇതാണ് റൂം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് കേട്ടോ. ഇതാണ് റൂമിൻ്റെ പുറത്തേക്കുള്ള വ്യൂ കേട്ടോ. ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ റൂമും ബാത്റൂമും എല്ലാം നല്ല വൃത്തിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് ബോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇതാണ് ഡൗക്കി റിവറിൻ്റെ ടോപ്പ് വ്യൂ. ഇപ്പം തന്നെ ഒരുപാട് ബോട്ടിങ് എല്ലാം അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഉള്ളൊരു ഏജൻറ്റിനെ തന്നെ ബുക്ക് ചെയ്തു കേട്ടോ. ബോട്ടിങ്ങിനായിട്ട് 500 രൂപയാണ് പറഞ്ഞത് അരമണിക്കൂറിന്. പിന്നെ 45 മിനിറ്റ് ചെയ്യണമെങ്കിൽ അതിന് 800 രൂപയും. ഇവിടെ ഗവൺമെൻറ്റിന് തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിംഗ് കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിന് 800 രൂപയും 45 മിനിറ്റിന് 1000 രൂപയാണ് അവർ പറയണത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഏജൻറ്റുമാരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് തന്നെ ആയിരിക്കട്ടെ നല്ലത്. കാരണം അവർ 500 രൂപയ്ക്ക് അരമണിക്കൂറും 45 മിനിറ്റിന് 800 രൂപയ്ക്കാണ് അവർ ചെയ്തു തരുന്നത്. ഈ 15 മിനിറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ചായ കുടിക്കാനും ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ തന്നെ നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനുമാണ് ഈ അരമണിക്കൂറും 45 മിനിറ്റും എന്നുള്ള 2 സ്ലോട്ടിലായിട്ട് ഒരു ബോട്ടിങ് നടത്തണം കേട്ടോ. ഇവിടെയും കുറേ കൺസ്ട്രക്ഷൻ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പുതിയ പാലം ഉണ്ടാക്കുകയാണ് അവർ. ഇപ്പോൾ ഡൗക്കിലുള്ള പാലം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സമയത്ത് പണിതാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് പുതിയ പാലമാണ് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡൗക്കിലേക്ക് വരാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ആണ്. ആ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ വെള്ളം തെളിഞ്ഞ് കാണാൻ പറ്റുന്നത്. ഈ റിവറിൻ്റെ സൈഡിൽ തന്നെ കുറേ ടെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് താമസിക്കാൻ പറ്റുന്നതാണ്. 1500 രൂപയാണ് അവർ പറഞ്ഞ ഒരു ടെൻറ്റിന് ഒരു നൈറ്റിലേക്ക്.
ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഐലൻഡ് കേട്ടോ. ഇപ്പം ഇവർ സംസാരിച്ചത് കാസി ഭാഷയിലാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ഈ ഭാഷയിലാണ്. ഇവിടം വരെ ബോട്ട് പോകുള്ളൂ കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് വന്ന വഴി തന്നെ പോകണം. നല്ല തണുപ്പുണ്ട്. दिसंबर का महीना, नवंबर दिसंबर में पूरा दिखेगा. अभी भी देखो, अभी पीछे अभी कंस्ट्रक्शन है, ये ब्रिज कंस्ट्रक्शन है. हाँ. पूरा मट्टी आकार दिसंबर नवंबर दिसंबर का महीना फुल क्लियर है, पूरा दिखेगा पूरा. हाँ 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 10-15 फीट की. മലയുടെ മുകളിൽ നിന്ന് വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഈ സൈഡ് എത്തിയപ്പോഴാ കറക്റ്റ് പച്ച കളർ കാണുന്നത്. ഇവിടെ തനി നല്ല പച്ച കളർ കാണുന്നുണ്ട്. ഇതാണ് ഡോക്കിയിലെ പാലം ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പാലത്തിനെ റീപ്ലേസ് ചെയ്യാനാണ് പുതിയ പാലം വരുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടാക്കിയ പാലമാണ് കേട്ടോ. ഇവിടെ സ്കൂബ ഡൈവിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. और जब स्कूबा डाइविंग खत्म के बाद आपको मोबाइल में संस्था देगा पानी के अंदर. സ്കൂബ ഡൈവിംഗിൽ 4500 രൂപയാണ് ഒരു മണിക്കൂറിന്. 4500 ഒരു മണിക്കൂറിന്. രാവിലെ 11 മണി തൊട്ട് 2 മണി വരെയാണ് അതിൻ്റെ സമയം. പിന്നെ അരമണിക്കൂർ ട്രെയിനിങ് ആയിരിക്കും, പിന്നെ അരമണിക്കൂർ വെള്ളത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ടോട്ടൽ 1 മണിക്കൂർ. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ആ മുമ്പിൽ കാണുന്ന സ്ഥലമാണ് സ്കൂബ ഡൈവിംഗ് ചെയ്യിപ്പിക്കുന്ന സ്ഥലം കേട്ടോ. ഞങ്ങളിവിടെ എത്തി. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം സന്ധ്യയായിട്ടോ. ഇവിടേക്ക് വരുമ്പോൾ ഒരു ഉച്ചയ്ക്ക് മുമ്പ് എത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്കൂബ ഡൈവിംഗ് ചെയ്യാനും സാധിക്കും. പിന്നെ വെള്ളമെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. ഈ കാണുന്ന കേട്ടോ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. ബോട്ടിങ്ങിന് ഇവിടെ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഈ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അടുത്തുള്ള ഈ കാണുന്ന ഭാഗവും, 2 ഞങ്ങൾ കയറി പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഭാഗവും. ഇവിടെ ബോട്ടിങ്ങിന് 800 രൂപ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 സ്ഥലത്തും അന്വേഷിച്ചിട്ട് എവിടെയാണ് ലാഭം എന്ന് തോന്നുന്നു അവിടെ നിന്ന് നിങ്ങൾ ബോട്ടിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബംഗ്ലാദേശ് ഫ്ലാഗാണ് കേട്ടോ കാണുന്നത്. നമ്മളുടെ ഇപ്പുറത്തെ സൈഡ് പോലെ തന്നെ അവിടെയും ഇരിക്കാനായിട്ടും ടൂറിസ്റ്റിന് വരാനായിട്ടൊക്കെ അവർ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്ന് ബംഗ്ലാദേശ് ബോർഡർ കാണാനായിട്ടും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഭാഗത്തേക്കും വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബോട്ടിങ് കഴിഞ്ഞിട്ടോ നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ
അങ്ങനെ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള ടോപ്പ് വ്യൂ. ആ മുമ്പിൽ കാണുന്ന ബംഗ്ലാദേശാണ് കേട്ടോ. ഇത്ര അടുത്ത് നിന്ന് നമുക്ക് ബോർഡർ കാണാനായിട്ട് പറ്റും. ഉമ്മിൻകോട്ട് റിവർ എന്നാണ് കേട്ടോ ഡോക്കി റിവറിൻ്റെ ശരിക്കുള്ള വീട്. ഈ ബോർഡറിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചായ കുടിക്കാനും ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബോർഡറെല്ലാം കണ്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തോടുകൂടി മേഘാലയ ട്രിപ്പിൻ്റെ 4 ദിവസം അങ്ങനെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. നാളെ ഞങ്ങൾ ആസാമിലേക്ക് തിരിച്ചു പോവുകയാണ്. താങ്ക് യു.